വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് നല്ലത് വരുമ്പോ, നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ് എല്ലാം. അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത്, കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ, ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിന് ചെയ്യാൻ വേണ്ടിയായിരിക്കും, പിന്നെ അത് താഴെത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യും. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ബാംഗ്ലൂർ സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ടൊരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു, അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്.